ഉമ്മയും മോനും യൂട്യൂബ് ചാനലിനകത്തുള്ള നൗഫലിനെ അറിയാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ കാണുള്ളൂ. നൗഫൽ എന്ന് പറയുന്നത് കേരളക്കര മൊത്തം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ്. ഒരു ഉമ്മയും മോനും എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ, പിന്നെ നൗഫൽ TKD എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ, അങ്ങനെ 2 യൂട്യൂബ് ചാനലിലൂടെ കേരളക്കരക്ക് മൊത്തം പ്രശസ്തമായിട്ടുള്ള ഒരു വ്ളോഗറാണ് നൗഫൽ. അപ്പൊ നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൗഫലിന്റെ ആദ്യ ചരിത്രമൊക്കെ പറയണം. കാരണം ഒരു കൂലിപ്പണിക്കാരനായി വന്നുകൊണ്ട്, കൂലിപ്പണിക്കാരെന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇൻസ്പിറേഷണൽ ആണ്. ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനല്ല, ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരങ്ങൾ കീഴടക്കി എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇൻസ്പിറേഷനൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഒരു കൂലിപ്പണിക്കാരനായിട്ടുണ്ടായിരുന്ന കരിങ്കല്ലുകളൊക്കെ കൊണ്ട് അമ്മാനമാടിയിരുന്ന, വെട്ടുകല്ല് കൊണ്ട് അമ്മാനമാടിയിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറായി മാറിയിരിക്കുന്നത്. അപ്പോൾ നൗഫല് തുടക്കത്തിലൊക്കെ ടിക്ടോക്കിൽ ആയിരുന്നു തൻ്റെ കളിയും കാര്യങ്ങളെല്ലാം. യൂട്യൂബിൽ പിന്നെ അതിനുശേഷം കൊറോണ കാലത്തൊക്കെ ഫാമിലി വ്ളോഗേഴ്സൊക്കെ വരാൻ തുടങ്ങിയ സമയത്താണ് പിന്നീട് നൗഫൽ വരാൻ തുടങ്ങിയത്. പക്ഷെ നൗഫലിന്റെ ഒരു നിഷ്കളങ്കത, നൗഫലിന്റെ ഒരു കാപട്യമില്ലാത്ത സ്വഭാവം, നിഷ്കളങ്കമായ ചിരി, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം, പിന്നെ കുടുംബത്തിനോടുള്ള സ്നേഹം, ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം കേരള ജനത പെട്ടെന്ന് തന്നെ നൗഫലിനെ അക്സെപ്റ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ റീച്ച് കൂടി. ഒരുപാട് പേര് സ്ഥിരമായിട്ട് നൗഫലിന്റെ വീഡിയോസ് കാണുന്നവരുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തുടർച്ചയായിട്ട് വരുന്ന കോമന്റ്സും തുടർച്ചയായിട്ട് വരുന്ന അപ്രീസിയേഷൻ എല്ലാം അത് ശരിവെക്കുന്നു. അപ്പൊ നൗഫലിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ പച്ചയായിട്ടുള്ള ജീവിതമാണ് മനുഷ്യന്മാരുടെ മുന്നിൽ കാണിക്കാനുള്ളത്. യാതൊരു തരത്തിലുള്ള കള്ളത്തരമോ വഞ്ചനമോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പല യൂട്യൂബേഴ്സിനെയും കാണുന്ന സമയത്ത് കുറേ എഡിറ്റ് ചെയ്ത ചില ഭാഗങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കാണാറുള്ളത്. പക്ഷെ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്തോഷങ്ങളും അതുപോലെ തന്നെ എല്ലാ ദുഃഖങ്ങളും എല്ലാം പ്രേക്ഷകരോട് ആ പച്ചയായിട്ട് ചിത്രീകരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നൗഫല് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നൗഫലിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൗഫലിന്റെ ഉപ്പ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അത് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്ളോഗേഴ്സ് അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം ഭയങ്കരമായിട്ട്, വേറെ സോഷ്യൽ മീഡിയസിലും എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു മരണമായിരുന്നു നൗഫലിന്റെ ഉപ്പാന്റെ. ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ വാർത്തയാവുന്നില്ല. പക്ഷെ നൗഫലിന്റെ ഉപ്പ മരിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് വാർത്തയായി. അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫലിനെ പോലെ തന്നെ നൗഫലിന്റെ ഉപ്പാനെയും, നൗഫലിനോടുള്ള സ്നേഹം കൊണ്ട് നൗഫലിന്റെ ഉപ്പാനെയും സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര് നമ്മുടെ ഈ കേരളക്കരയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നൗഫലിന്റെ ഉപ്പ അസുഖമായിട്ട് കുറേ ആയിട്ട് കിടപ്പിലായിരുന്നു. അപ്പൊ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കിടപ്പിലായ സമയത്ത് ഹോസ്പിറ്റലിലും വീട്ടിലൊക്കെ ആയ സമയത്ത് നൗഫൽ തുടരെ അപ്ഡേറ്റ്സ് ഇട്ടുകൊണ്ടേയിരുന്നു. നൗഫൽ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാന്റെ അസുഖം അത് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ല. അസുഖമാകുമ്പോൾ ഒരു അസുഖത്തെ സംബന്ധിച്ച് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഓക്കെ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ അതിന് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. അങ്ങനെ പല രീതിയിൽ ആളുകൾക്ക് എന്തുണ്ടാവും, അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ആ ഒരു അഭിപ്രായങ്ങൾ വെച്ചിട്ട് നമുക്ക് ചിലതല്ല ശരിയാണെന്ന് തോന്നുന്നു, നമുക്ക് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഉപ്പാന്റെ സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയ സമയത്ത് നൗഫൽ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഡെഫിനറ്റ്ലി ആളുകൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി നൗഫലെ, അങ്ങനെ ചെയ്താൽ മതി നൗഫലെ എന്നൊക്കെ പറഞ്ഞിട്ട് കോമന്റ് ചെയ്യും. അപ്പൊ ആ കോമന്റ്സ് വെച്ചിട്ട് നൗഫലിന് ഒരുപാട് പ്രയോജനം ഉണ്ടായിരുന്നു എന്നാണ് നൗഫൽ ഒരു വീഡിയോക്ക് അകത്ത് പറഞ്ഞത്. നൗഫല് മാക്സിമം ചെയ്തിട്ടുണ്ട്. ഉപ്പ എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നുള്ള പ്രതീക്ഷയിൽ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പടച്ചോന്റെ വിളി വന്നാൽ അങ്ങനെയാണ്. നമ്മൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും എന്റെ ജീവൻ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഉപ്പാന്റെ സമയം ഈ ലോകത്തുള്ളത് കഴിഞ്ഞു. ആ ഉപ്പ അങ്ങനെ തിരിച്ചുപോയി. അപ്പൊ പോയ സമയത്ത് നൗഫൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം ഉറപ്പല്ലേ, ഒരു ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ, ഉപ്പ ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ ഒരു വേദന എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എന്നെ പോലെ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ, പഠിച്ചവന് എല്ലാ സ്തുതിയും. നമ്മുടെ മാതാപിതാക്കളെ സുരക്ഷിതരായി ഹെൽത്തി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് അവര് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ പോലും കണ്ണിൽ വെള്ളം നിറയും. അത്രയ്ക്കും നമുക്ക് നമ്മുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ആണ്. എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എത്ര ദേഷ്യമുള്ള വാപ്പയാണെങ്കിലും എത്ര ഇഷ്ടമില്ലാത്ത മകനാണെന്നുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാവും. രക്തബന്ധം, സ്നേഹബന്ധം, ഉപ്പ മകൻ എന്നുള്ള ഒരു വാത്സല്യം, ബഹുമാനം, അതൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പൊ ഒരു ഉപ്പ പോകുന്ന സമയത്ത് ഏതൊരു മകന്റെ ഉള്ളാണെങ്കിലും ഒന്ന് കലങ്ങിപ്പോവും. ഉപ്പാക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു തോന്നലെങ്കിലും
അവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ നൗഫലിനെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉപ്പാനെ പൊന്നു പോലെ നോക്കിയിട്ടുണ്ടാകും. നമ്മൾ ലാസ്റ്റ് മൊമെന്റിലൊക്കെ കണ്ടതാണ്, ഒരു മൊബൈൽ ഫോൺ പോലും ഉപ്പാക്ക് തീരെ വയ്യാന്ന് പറഞ്ഞപ്പോൾ പോലും മുഖത്തൊരിത്തിരി ചിരി വരാൻ, ഒരിത്തിരി സന്തോഷം വരാൻ മൊബൈൽ ഫോൺ പോലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു നൗഫലും. അങ്ങനെയൊക്കെ ചെയ്ത് ഉപ്പാനെ എങ്ങനെയെങ്കിലും ഒന്ന് ചീറപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഉപ്പാന്റെ സമയം കഴിഞ്ഞ് ഉപ്പ പോയി. അതിനുശേഷം നൗഫൽ കുറേ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇപ്പൊ റീസെന്റ് ആയിട്ട് നൗഫൽ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കകത്ത് നൗഫൽ കുറെ ക്ലാരിഫിക്കേഷൻസ് ആണ് തരുന്നത്. അപ്പൊ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോക്കകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനു വന്നില്ലേ ഉപ്പ മരിച്ച സമയത്ത് ഉപ്പാനെ കാണാൻ സിനു വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ വ്ളോഗിലൊന്നും നമ്മൾ സിനു ഉപ്പാനെ കാണാൻ വരുന്നത് കണ്ടിട്ടില്ല. അപ്പൊ നൗഫൽ പറയുന്നുണ്ട് ഉപ്പയും അതുപോലെ സിനുവും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു, അവര് നല്ല സ്നേഹമായിരുന്നു. പക്ഷെ സിനു ഇപ്പൊ പ്രസവിച്ച് കിടക്കുകയാണല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് അവളെ കുഞ്ഞിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനാണ് പറഞ്ഞത് അവളോട് വരണ്ട എന്നുള്ളത്. കാരണം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം കുട്ടി ചെറുതാണ്, ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം വരണ്ട എന്ന് പറഞ്ഞു. പിന്നെ നൗഫൽ വിചാരിച്ചത് എങ്ങനെയാണെങ്കിലും ഉപ്പ തിരിച്ചു വരും എന്നുള്ളതാണ്. പക്ഷെ ഉപ്പ തിരിച്ചു വരില്ല എന്നറിഞ്ഞ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും സിനുവിന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി എന്നൊക്കെയാണ്. പക്ഷെ ഉപ്പ മരിച്ചതിന് ശേഷം ഉപ്പാനെ കാണാൻ സിനുവും കുട്ടിയും അതുപോലെ തന്നെ സിനുവിന്റെ ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്ന് നൗഫൽ വ്ളോഗിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പാനെ കാണാതിരിക്കാൻ അവൾക്ക് കഴിയില്ല, ഭയങ്കര സെന്റിമെന്റൽ ആണ്, ഇമോഷണൽ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പല ആളുകളും കോമെന്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ എന്തിനാ വേറൊരാളുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോണ്ടന്റ് ഇല്ലേ, വേറൊരാളുടെ ലൈഫ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റോറി ആക്കണോ, നിങ്ങളുടെ സ്വന്തം സ്റ്റോറി പറയൂ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയാണ്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ ചെയ്യുന്നത് ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കിയായിരുന്നു. പക്ഷേ അതിനൊന്നും റീച്ചില്ല. അതായത് ആളുകൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ആളുകൾ എൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ചില വീഡിയോസ് എല്ലാം റീച്ച് ആയിട്ട് പോകുന്നതും അത്യാവശ്യം വ്യൂസ് എല്ലാം വരുന്നത്. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നോട് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനാണ്. ഒരു സീരിയസ് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡേഷൻ ലിസ്റ്റിലുള്ള വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ഓഡിയൻസ് ഏത് രീതിയിലാണോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് ഒരു ട്രൂ യൂട്യൂബർ എന്നുള്ള രീതിയിൽ. എനിക്കിതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം വേറെ ടൈപ്സ് ഓഫ് വീഡിയോസ് ചെയ്യാനാണ്. പക്ഷെ അത് കാണാൻ വ്യൂവേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതിപ്പം റിയാക്ഷൻ വീഡിയോസ് ആവട്ടെ, വേറെ എന്ത് രീതിയിലുള്ള പ്രസന്റേഷൻ ആണെങ്കിലും, ക്ലാസ് എടുക്കുന്നത് എന്തോ ആവട്ടെ, എനിക്ക് പ്രസന്റേഷൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഓക്കെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. പക്ഷെ ഞാൻ മോണിറ്റൈസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തുള്ള കാശ് എടുക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അത് വേറെ ഓരോ പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കാശ് ഉപയോഗിക്കാറില്ല. അതും കൂടെ ഒരു അഡീഷണൽ ആയിട്ട് പറയട്ടെ. ഓക്കെ. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞിട്ടോ. പിന്നെ നൗഫലിന്റെ വീഡിയോക്കകത്ത് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗഫൽ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട് കേട്ടോ, ഇനി ഇതിന്റെ താഴെ നിങ്ങൾ വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടരുത്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അവസ്ഥ കൊണ്ടാണ്. എനിക്കിപ്പം വേറെ ജോലിക്ക് പോകാൻ ഇപ്പം ഒരു അവസ്ഥയില്ല, വേറെ ജോലിക്ക് പോകാൻ എനിക്കിപ്പോൾ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നൗഫൽ ഒരുപാട് കാര്യത്തെ കഷ്ടപ്പെടാം. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആളുകൾക്ക് അറിയില്ല ഇത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? രാത്രി 12 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന റിസർച്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ 12 മണിക്ക്. ഇനി ഇത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 മണിയാവും. 1 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. അപ്പോൾ ഇതിന്റെ പിറകിൽ എഫേർട്ട് ഉണ്ട്, അല്ലാതെ ചുമ്മാ ഒരു റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല. സീരിയസ് ആയിട്ട് അത് നോക്കുന്ന ആളുകൾക്ക് ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ചുമ്മാ കുറെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യലല്ല ഈ യൂട്യൂബിനകത്ത് ഉള്ള സംഭവം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും യൂട്യൂബേഴ്സ് ആവാലോ. അതല്ല, ഇതിന്റെ പിറകിൽ സീരിയസ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ട്. പിന്നെ ഓരോ ആളുകൾക്ക് ഓരോ ടൈപ്പ് ഓഫ് സംഭവങ്ങളായിരിക്കും ഇഷ്ടമുണ്ടാവും. ചില ആളുകൾ വ്ളോഗിങ് ചെയ്യും, ചില ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ചെയ്തു പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നൗഫലിനും നെഗറ്റീവ് കോമന്റ്സ് വരാറുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നൗഫൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും നിങ്ങൾ ആരും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഇപ്പം ഇദ്ദയിലാണ്. ഉമ്മാനെ വീഡിയോയിലകത്തൊന്നും പിന്നെ എന്തായാലും ഇദ്ദ കഴിയുന്നത് വരെ കാണിക്കണ്ടാവില്ല.
ഉമ്മ ഇന്ത്യയിലാണ്, ഉമ്മ നല്ല വിഷമത്തിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെങ്ങന്മാർ രണ്ടുപേരും ഉമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്, അവർ ഉമ്മാനെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. പിന്നെ ഉപ്പാക്കുള്ള ദിക്ർ സലാത്ത് സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിന് അളിയന്മാരെല്ലാവരും സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ തരാന്നൊക്കെ. അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ നൗഫലിന്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയും റീച്ചിന് വേണ്ടി ചെയ്യണം, നൗഫലും റീച്ചിന് വേണ്ടി ചെയ്യണം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? നൗഫൽ അവന്റെ ഉപ്പ മരിച്ചത് വിറ്റിട്ട് കാശാക്കി, നീ അവന്റെ വ്ളോഗ് വിറ്റിട്ട് നീയും കാശാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എവിടെ കാശാവാനാണ് മക്കളെ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴാണ് ഇങ്ങനത്തെ ഈ നെഗറ്റീവ് കമന്റ്സ് പറയാന്ന് പറഞ്ഞ് ഞാൻ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. കാരണം പറയാതെ വയ്യ, ഒരു വല്ലാത്തൊരു സ്കില്ലാണത്. അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. കാരണം ഒരു മനുഷ്യന് ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നെഗറ്റീവ് കണ്ടുപിടിച്ച് അതിന് കമന്റ് ചെയ്യുന്നത് ഒരു വല്ലാത്തൊരു സ്കിൽ തന്നെയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവും. ഇതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കേട്ടോ. അപ്രീസിയേഷൻസ് ടു ഓൾ ഓഫ് യു. ഞാൻ എന്തായാലും ആരുടെ കമന്റ്സ് ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല, ഒന്നുമില്ല. അപ്പൊ എന്തായാലും ദ വിൻഡോ ഇസ് ഡൗൺ ബിലോ. നിങ്ങൾ ഫ്രീ ആയിട്ട് എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ. സത്യം പറഞ്ഞാല് പിന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഈ കമന്റ് ടൈപ്പ് ചെയ്യാൻ. ഈ മലയാളത്തിലൊക്കെ അത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പ്രയാസമുള്ള കാര്യം എന്ന് പറയും. പക്ഷെ അത് ചെയ്യാനും ആളുകൾക്ക് ഒരു മടിയില്ല എന്നുള്ളതാണ്. മറ്റൊരാളെ വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒഴിവാക്കില്ല. അതാണ് ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മനുഷ്യന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കും, അതല്ലാതെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നൗഫലിന് പ്രശ്നമല്ല, ആർക്കും പ്രശ്നമല്ല. പ്രശ്നമുള്ളത് ഇത് കാണുന്ന കുറേ സാധാരണക്കാരായിട്ടുള്ള വ്യൂവേഴ്സിന്. സാധാരണക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഐ മീൻ പിന്നെ ഇതിലൊന്നും പെടാത്ത വ്ളോഗ് ചെയ്ത ആളും അല്ല, റിയാക്ഷൻ ചെയ്യുന്ന ആളും അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് വലിയ വയറുവേദന ഉണ്ടാവുക ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നൗഫലിന് പ്രശ്നമില്ല. സോഫാർ നൗഫൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ മെയിൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെയുള്ള പ്രശ്നം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ നല്ല കോമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ടൈപ്പ് ചെയ്തോളൂ. പിന്നെ ഇതെൻ്റെ കാറ്റഗറിയാണ് റിയാക്ഷൻ വീഡിയോസ്. കാരണം ആളുകൾ എൻ്റെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. അപ്പോൾ കുറച്ച് പേരുടെ നെഗറ്റീവ് വീഡിയോസ് കൊണ്ടൊന്നും ഞാൻ തളരില്ല. ഇതുപോലെയുള്ള വീഡിയോസ് കൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ വരും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ ദ സ്പേസസ് ബിലോ കമൻറ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.